നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്ന വ്യക്തിയാണ് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. എന്നാൽ PP ദിവ്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങും എത്തിയില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പോലീസിന്റെ ഉദാസീനത, SIT നടത്തുന്ന തെളിവുകൾ കൂടുതൽ ശേഖരിക്കാതിരിക്കുക, കേസ് അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകാതിരിക്കുക, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് കുടുംബമടക്കം ഉയർത്തുന്നു. പക്ഷേ PP ദിവ്യ ഒരു കേസ് കൊടുത്താൽ തിടുക്കപ്പെട്ട് തന്നെ പോലീസ് കേസെടുക്കും, അതിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ PP ദിവ്യക്കെതിരെ ഏതു തരത്തിലുള്ള വാർത്ത നൽകിയാലും ഇങ്ങനെ ആയിരിക്കും ഗതി എന്നുള്ള സൂചനയാണ് നൽകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് PP ദിവ്യ കൊടുത്ത പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. PP ദിവ്യ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ വനിതാ പോലീസ് ഇപ്പോൾ കേസെടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് യൂട്യൂബർമാരായ ബിനോയ് കുഞ്ഞുമോൻ, തൃശൂർ സ്വദേശിയായ വിമൽ, ന്യൂസ് കഫേ ലൈവ് തുടങ്ങിയ ചാനലിനെതിരെയൊക്കെ തന്നെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് PP ദിവ്യ നൽകുന്നത്. തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, കുടുംബാംഗങ്ങളെ കൊല്ലുമെന്ന ഭീഷണിയും ഇതോടൊപ്പം തന്നെ ഉണ്ടായി എന്നാണ് PP ദിവ്യ പരാതി നൽകിയിരിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PP ദിവ്യ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആത്മഹത്യാ കേസിൽ പ്രതിസ്ഥാനത്തുള്ളതാണ്. എന്നാൽ ഇതൊരു ആത്മഹത്യയല്ല എന്നും ഇതൊരു കൊലപാതകമാണെന്നുമുള്ള കടുത്ത ആരോപണം കുടുംബമടക്കം ഉന്നയിക്കുമ്പോൾ PP ദിവ്യ കൂടി ഏക പ്രതിയായ കേസിലെ ദുരൂഹതകൾ ഇപ്പോഴും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തന്നെ നിഗൂഢതകൾ അവശേഷിക്കുകയാണ്. യാത്രയപ്പ് യോഗത്തിനിടയിൽ വിളിക്കാതെ എത്തിയ അതിഥിയായി PP ദിവ്യ അവിടെ എത്തുകയും അവിടെ വെച്ച് പരസ്യമായി ഔദ്യോഗിക യോഗത്തിൽ ADM നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചു. അതിന് പിന്നാലെയായിരുന്നു ഈ മരണം സംഭവിച്ചത്. ഒക്ടോബർ 14-ാം തീയതി നടന്ന യാത്രയപ്പ് യോഗത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അത് മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തി ചിത്രീകരിച്ച് പത്തനംതിട്ടയിലടക്കം അദ്ദേഹത്തിന്റെ നാട്ടിലടക്കം നാണം കെടുത്താനുള്ള ശ്രമം PP ദിവ്യയുടെ ഭാഗത്തു നിന്നും നടത്തി എന്നുള്ളതാണ് ഏറ്റവും അധികം വിവാദമായത്. അതിനുശേഷം PP ദിവ്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലാണ് അധിക്ഷേപങ്ങളടക്കം ഉയർന്നത്. സ്ഥലം മാറ്റത്തിന്റെ സന്തോഷം, സ്വന്തം നാട്ടിലേക്ക് എത്താൻ പോകുന്നതിന്റെ സന്തോഷം, മക്കളെയും അതുപോലെ കുടുംബത്തെയും കാണാൻ കഴിയുമെന്ന ആ ഒരു സംതൃപ്തി, അതൊക്കെ തന്നെ കേവലം നിമിഷങ്ങൾക്കുള്ളിൽ തല്ലിക്കെടുത്തിയ വാക്കുകളായിരുന്നു PP ദിവ്യയുടെ വായിൽ നിന്ന് വന്നത്. കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് നവീൻ ബാബു അന്ന് കളക്ടറേറ്റ് വിട്ടിറങ്ങിയത്. ആ നെഞ്ച് കലങ്ങി. രാത്രി 9 മണിക്കുള്ള മലബാർ എക്സ്പ്രസിന് നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് പോലും എടുത്തിരുന്നു. പക്ഷേ പിന്നീട് പുലർച്ചെ നവീൻ ബാബുവിനെ കൂട്ടാൻ ബന്ധുക്കളെത്തിയപ്പോൾ അദ്ദേഹം ആ ട്രെയിനിലില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ഡ്രൈവർ എത്തിയപ്പോൾ ADM മരണപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിച്ചത്. പിന്നീട് അതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും കാണാമറയത്താണ്. അതുടൻ തന്നെ പുറത്തു വരണമെന്നും CBI അന്വേഷണം അനിവാര്യമാണെന്നുമാണ് ഈ ഘട്ടത്തിൽ കുടുംബമടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.